الله الرحمن الرحيم والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فأهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يؤتيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم ولا تقهر وأما السائل ولا تنهر وأما بنعمة ربك فحدث. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فهاوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولا سوف يعطيك ربك فترضى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر فأما سائل فلا تنهر فأما بنعمة ربك فحدث. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. പുസ്തകത്തിൽ
സായിലെന്നില്ലേ അതിൽ നമ്മൾ നീട്ടിട്ടുണ്ടല്ലോ അവിടെ ശരിക്കും എഴുതുമ്പോ പക്ഷെ നമ്മള് അത് നീട്ടാത്തത് മറ്റേ അതിന്റെ ഇതുള്ള കാരണം ഇതില്ലാത്ത സ്വാദുള്ള ആ അരിപ്പുള്ള കാരണമാണോ? പിന്നെ അവിടെ അമ്മ എന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെയല്ലേ ഉള്ളത് ഈ അലിഫലങ്ങൾ പറഞ്ഞ് പിന്നെ ഒരു സായിൽ എങ്ങനെ ഉണ്ടാവും അല്ലേ? ഇത് സുക്കൂനാണ്, ഇതും സുക്കൂനാണ്, ഇതും സുക്കൂനാണ്. അപ്പൊ ഈ 3 സുക്കൂനും എന്താവും? അവിടെ പോവും. അമ്മസായില, അമ്മ മണിക്കണം, മ നീട്ടേണ്ടതില്ല, അമ്മാ സായില എന്ന് ഓതണ്ടെന്നർത്ഥം. കൂട്ടി ഓതുമ്പോഴാണ് വരിക. ഇനി നിങ്ങൾ അത് സെപ്പറേറ്റ് ഉച്ചരിക്കുകയാണെങ്കിൽ അമ്മ എന്നാണ് ഓതുക സെപ്പറേറ്റ് ആണെങ്കിൽ. ഇനി ഇവിടെ കൂട്ടി ഓതുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഇൽത്തിക്ക ഉസാക്കിനേൻ എന്ന് പറയാന് 3 സുക്കൂനുള്ള അമ്മ എന്നുള്ള അലിഫിന് സുക്കൂനാണ്. അവിടെ കാണൂല നിങ്ങളത്. ഒന്നുമില്ലാത്ത അവസ്ഥക്കാണ് എന്ത് പറയാ? ഹർക്കത്തില്ലാത്ത അവസ്ഥക്കാണ് എന്ത് പറയാ? സുക്കൂൻ എന്നറിയാം. ഫത്തഹ്, കസർ, ലൊമ്മ്, ഇതാണ് ഹർക്കത്ത് അറിയണത്. ഇത് 3 ഇല്ലല്ലോ അമ്മയിൽ. ഈ അലിഫുമ്മിൽ അമ്മയുണ്ട്, അലിഫിലില്ല, സായിലിന്റെ അലിഫിലില്ല, ലാമിലും ഇല്ല. അപ്പൊ 3 ഉച്ചരിക്കൂല. ഒറ്റ ചാട്ടം അമ്മ കഴിഞ്ഞിട്ട് സീനിലേക്ക് ഒറ്റ ചാട്ടം. അപ്പൊ എങ്ങനെ ഓതണം? അമ്മസായില, സാ നീട്ടണം. എന്തുകൊണ്ടാ? അംസ വരുന്നതുകൊണ്ട്. അപ്പോൾ അതിന്റെ പേരാണ് മദ് മുത്തസിൽ എന്നാണ് അതിന്റെ പേര്. പിന്നെ ശ്രദ്ധിക്കാനുള്ളത് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത് തന്നെയാണ്, എന്നാലും ഒന്നുകൂടി ഇങ്ങനെ ഓർമ്മിപ്പിക്കാണ്. ഖൈറുല്ലക്ക, അവിടെ ഖൈറുല്ലക്ക എന്ന് ഓതാൻ പാടില്ല, റോങ്ങാ. എങ്ങനെ ഓതണം? ഈ ഖൈറുൻ കണ്ടില്ല നിങ്ങൾ? ഖൈറുൻ 2 ലൊമ്മുണ്ടല്ലോ, ഇതാണ് അതിന്റെ നിയമം. ഇവിടെ 2 ലൊമ്മില്ലേ, പിന്നെ ലാമാണ് വരുന്നത് അല്ലേ? അപ്പൊ ഈ ഒറ്റ ലൊമ്മ് ഉച്ചരിക്കുക, എന്നിട്ട് റൂല്ല ഇതിലേക്കട ചാടുക. ഖൈറുല്ലക്ക, ഖൈറുല്ലക്ക, ഖൈറുല്ലക്ക എന്ന് ഓതാൻ പാടില്ല എന്നാ. എന്താ നിയമം വെച്ചാല് പിന്നെ സാക്കിനായ നൂന് അല്ലെങ്കിൽ തൻവീന്, ഫത്തഹ് തൻവീനാവട്ടെ, കസർ തൻവീനാവട്ടെ, ലൊമ്മ് തൻവീനാവട്ടെ, അതിൻ്റെ ശേഷം ലാമ്, റാ എന്നീ അക്ഷരങ്ങൾ വന്നാൽ അതിലേക്ക് ഇദ്ഗാം ചെയ്യണം. ഇദ്ഗാം ചെയ്യുമ്പോൾ ഈ റുന്നോ റെന്നോ രീന്നില്ല ഒരു ഇത് ഉച്ചരിക്കും. റാ എന്നാണെങ്കിൽ റാ എന്ന് ഉച്ചരിക്കും, റൂ എന്നാണെങ്കിൽ റുന്നാണെങ്കിൽ റൂ ഉച്ചരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ആ ഒരു തൻവീന് ബാക്കില്ലേ, അത് ഇതിലേക്ക് ഇദ്ഗാം ചെയ്ത് നോക്കിയാണെ ഖൈറുല്ലക്ക, ഖൈറുല്ലക്ക, വഫൂറുൻ റഹീം എന്നാണ് നമ്മൾ ഓതുക. അല്ല, വഫൂറുർ റഹീം, വഫൂറുൻ എന്നുണ്ട് അവിടെ. ആ ഒരു തൻവീനെ മറ്റേലേക്ക് ഇദ്ഗാം ചെയ്യണം. അതാണ് അവിടുത്തെ ശരിയായ രീതി. അപ്പോൾ ഓതേണ്ടത് വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല, വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല. ഖൈറുൽ ലക എന്ന് പറയാൻ പാടില്ല എന്നാ, അവിടെ മണിക്കാൻ പാടില്ല. പിന്നെ മറ്റൊന്ന് യതീമൻ ഫആബ, അവിടെ യതീമൻ എന്നല്ല, യതീമൻ ഫ, യതീമൻ ഫ, അതിനാണ് എന്ത് പറയാ? യഖ്ഫ എന്ന് പറയുന്നത്. ശക്തി കൂട്ടാൻ പാടില്ല, അതോടൊപ്പം എന്തുണ്ട് അവിടെ? ഉന്നത്തും ഉണ്ട്. അങ്ങനെയുള്ളതിനാണ് എന്ത് പറയാ? പിന്നെ യഖ്ഫ എന്ന് പറയാം. അപ്പം യതീമൻ ഫആബ. അപ്പൊ ഒന്നിച്ചോതേണ്ടത് അലം യജിദ്ക യതീമൻ ഫആബ, അലം യജിദ്ക യതീമൻ ഫആബ. പിന്നെ അതേപോലെ തന്നെ മറ്റും വവജദക ളാല്ലം ഫഹദ, അവിടെ ലാ നീട്ടും വേണം, പിന്നെ ലൻ എന്നുള്ള ഫതഹ് തൻവീൻ എന്ത് ചെയ്യണം? ഫായിലേക്ക് ഇത് പിന്നെ ഫാ ചെയ്യണം. അപ്പോൾ അതിൻ്റെത് വവജദക ളാല്ലം ഫഹദ. ചുരുങ്ങിയ തരിമുക്ക് 2 പ്രാവശ്യം ധരിപ്പിക്കണം. ളാല്ലം ഫഹദ. പിന്നെ വവജദക, അവിടെ അതേപോലെ തന്നെ വവജദക ആയിലം ഫഅഗ്ന, ആയിലം ഫഅഗ്ന. അവിടെയും ആയിലം നീട്ടണം, മദ് മുത്തസിലാണ്. പിന്നെ ഫഅമ്മൽ യതീമ, അവിടെ നിങ്ങൾ നേരത്തെ ചോദിച്ചേക്ക് എന്ത് ചെയ്യില്ല, അമ്മ അല്യത്തീമ എന്ന് ഓതണ്ട. അവിടെയൊക്കെ ഉണ്ടാവും, അമ്മ നീട്ടാനുണ്ട്, അല്യത്തീമയിൽ അലിഫുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ ഈ 3 പാട് പേരുണ്ട്. അപ്പം എങ്ങനെ ഓതണം? ലാമ് അവിടെ ഉച്ചരിക്കണം. കാരണം എന്താ? യാ പിന്നെ
ഖമരിയായ അക്ഷരത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് എന്ത് എഴുതണം? ഫ അമ്മൽ യതീമ, ഫ അമ്മ തരിമുക്ക് ധരിപ്പിക്കുക, ഫ അമ്മൽ യതീമ. പിന്നെ ഫലാ തക്ഹർ, ഫലാ തക്ഹർ, വലൈക്കും സലാം. പിന്നെ വ അമ്മസ്സായില, ഫ അമ്മൽ യതീമും വ അമ്മസായിലും തമ്മിലുള്ള വ്യത്യാസം എന്താ? അമ്മൽ യതീമ എന്നുള്ളടത്ത് ലാം ഉച്ചരിക്കണം. അമ്മസായില എന്നുള്ളടത്ത് അലിഫും ഇല്ല, രണ്ടാമത്തെ അലിഫും ഇല്ല, ലാമും ഇല്ല. അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പം എങ്ങനെ ഓതണം? വ അമ്മസ്സായില ഫലാ തൻഹർ. അവിടെ തന്ന് ഓതാൻ പാടില്ല എന്നാണ്. കാരണം അത് എന്താണ്? അത് പിന്നെ ഇൽഹാർ ചെയ്യേണ്ട അക്ഷരമാണ് ഹ. അപ്പോൾ തൻഹർ. പിന്നെ വ അമ്മ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. അവിടെയും അമ്മ, അവിടെ അമ്മ 2 കതിർ നീട്ടണം, അവിടുത്തെ അമ്മ നീട്ടണം. അപ്പം എങ്ങനെ ഓതണം? വ അമ്മ ബിനിഅമതി, അവിടെ അമ്മ നിഅമതി നല്ല ഓതുക. നേരത്തെ ഒക്കെ നമ്മൾ അമ്മ അമ്മ എന്നാ ഓതിയെ, അമ്മ എന്ന് എഴുതിയിട്ടും. ഇവിടെ എന്താണ്? അമ്മ നീട്ടണം. അപ്പം എങ്ങനെ ഓതണം? കുറേ നീട്ടല്ല, 2 കതിർ. വ അമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. കണ്ടോ 2 അമ്മയും തമ്മിലുള്ള വ്യത്യാസം? അവിടെ എന്താ, എന്തുകൊണ്ട് അവിടെ നമ്മൾ അവിടെ നീട്ടുണ്ടോ അതോ പിന്നെ ഉച്ചരിക്കുന്നുണ്ട്? കാരണം അത് കൂട്ടി എഴുതുമ്പം പിന്നെ അമ്മൻ്റെ ശേഷമുള്ള ആ അലിഫില്ലേ, ആ പിന്നെ ഹറക്കത്തുള്ള അക്ഷര വരുന്നത് ബി. അവിടെ അതും ഹറക്കത്തില്ലാത്തതാണ് എങ്കിൽ എന്ത് ചെയ്യും? അത് നീട്ടൂല. മനസ്സിലായില്ലേ? എന്നാ ഒന്നിച്ചോ എല്ലാവരും കൂടി ഒന്ന് ഓതിയേക്കാൻ. വല്ലുഹ, ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. ഇതിൽ നമ്മൾ കുറേ 2-3 ഭാഗം എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? നല്ലൊന്ന് അർത്ഥം പറയാം. വല്ലുഹ, ലുഹ സമയം തന്നെ സത്യം. പിന്നെ വല്ലൈലി ഇദാ സജ, രാത്രി അത് ശാന്തമായി വരുമ്പോൾ തന്നെ സത്യം. മാ വദ്ദഅക റബ്ബുക വമാ ഖല, നബിയെ താങ്കളുടെ രക്ഷിതാവ് താങ്കളെ ഉപേക്ഷിച്ചിട്ടില്ല, വെറുപ്പ് കാണിക്കുകയും ചെയ്തിട്ടില്ല. വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല, പരലോകമാണ് ഇഹലോകത്തേക്കാൾ താങ്കൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. വലസൗഫ യുഅതീക റബ്ബുക ഫതർളാ, വഴിയെ നിന്റെ രക്ഷിതാവ്, താങ്കളുടെ രക്ഷിതാവ് താങ്കൾക്ക് നൽകും. ഫതർളാ, അപ്പോൾ താങ്കൾ സംതൃപ്തനാവും. അലം യജിദിക യതീമം ഫആവ, താങ്കളെ യതീമായി അനാഥനായി അവൻ കണ്ടെത്തിയില്ലേ. ഫആവ, അപ്പോൾ അവൻ അഭയം നൽകിയില്ലേ. വവജദക ളാല്ലം ഫഹദ, താങ്കളെ വഴി അറിയാത്തവനായി കണ്ടെത്തിയില്ലേ, അപ്പോൾ താങ്കൾക്ക് വഴി കാണിച്ചു തന്നില്ലേ, ഹിദായത്ത് നൽകിയില്ലേ. വവജദക ആയിലം ഫഅഗ്ന, താങ്കളെ അല്ലാഹു തആല ദരിദ്രനായി കണ്ടെത്തി, അപ്പോൾ എന്നിട്ട് അല്ലാഹു തആല നിങ്ങൾക്ക് ധന്യത നൽകി. ഫ, അതിനാൽ അമ്മൽ യതീം, എന്നാൽ യതീമിനെ ഫലാ തഖ്ഹർ, ആട്ടിപ്പായിപ്പിക്കരുത് അല്ലെങ്കിൽ വിരട്ടിയോടിക്കരുത്. വ അമ്മസ്സായില, ചോദിച്ചു വരുന്നവനെയോടും ഫലാ തൻഹർ, വിരട്ടിയോടിക്കരുത്, കയർക്കരുത്. വ അമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, എന്നാൽ നിന്റെ രക്ഷിതാവിൻ്റെ അനുഗ്രഹത്തെ എടുത്തു പറയുകയും ചെയ്യുക. ഇവിടെ ഇപ്പം കഴിഞ്ഞ ആഴ്ച നമ്മൾ
അലം യജിദ്ക യതീമം ഫആവ എന്നുവരെ എടുത്തു. വജദക ളാല്ലം ഫഹദ, ആ 3 ആയത്തൊക്കെ എടുത്തു. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ 3 അനുഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞതിന് ശേഷം, ഏതാണ് ആ 3 അനുഗ്രഹം? ആദ്യം അള്ളാഹു ഒരു ഓഫർ നൽകുകയാണ്. എന്താ ഓഫർ? വലസൗഫ യുഅതീക റബ്ബുക ഫതർല. നബിയെ, താങ്കളുടെ രക്ഷിതാവ് താങ്കൾക്ക് നൽകും, വഴിയെ നൽകും, ഇന്നത് നൽകും എന്ന് പറഞ്ഞോ. ഉദ്ദേശം എന്താണ്? അനുഗ്രഹങ്ങൾ നൽകും. ഫതർല, അപ്പോൾ താങ്കൾ സംതൃപ്തനാവും, തൃപ്തിയുള്ളവനാവും. അപ്പോൾ അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകും എന്ന് പടച്ച തമ്പുരാൻ ഒരു ഓഫർ ചെയ്യാണ്. ആ ഓഫറിലെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ അള്ളാഹു തആല ദുനിയാവിൽ തന്നെ നൽകിയ ആ 3 കാര്യങ്ങൾ ഇവിടെ പ്രത്യേകം എടുത്തു പറയാണ്. ഒന്ന് ഏതാണ്? താങ്കളെ അള്ളാഹു തആല യതീമായി കണ്ടെത്തിയപ്പോൾ താങ്കൾക്ക് അള്ളാഹു തആല അഭയം നൽകി. അല്ലേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതങ്ങളൊന്ന് ഭാവനയെ കൊണ്ടു നോക്കൂ. പിന്നെ ജനിച്ചു വീഴുമ്പോൾ തന്നെ ആരില്ല? പിതാവില്ല. അല്ലേ? 6-ാമത്തെ വയസ്സിൽ ഉമ്മ മരണപ്പെടുന്നു. പിന്നെ 9-ാമത്തെ വയസ്സിൽ വാപ്പയും പിന്നെ വല്യാപ്പ നഷ്ടപ്പെടുന്നു. വാപ്പ ആദ്യം ഇല്ല, അല്ലേ? വല്യാപ്പ നഷ്ടപ്പെടുന്നു, അബ്ദുൽ മുത്തലിബ്. പിന്നെ 13-ാമത്തെ വയസ്സിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബിൻ്റെ കൂടെ എങ്ങോട്ട് പോകുന്നത്? പല കച്ചവടത്തിനുള്ള യാത്രക്കൊക്കെ പോകുന്നത്. അതാണ്. പിന്നീട് ഭാര്യയായ ഖദീജ ബീവിയും അബൂ താലിബിൻ്റെ മരണമൊക്കെ ഒന്നിച്ച് സംഭവിക്കുന്നതുകൊണ്ടാണ് ഹാമുൽ ഹുസൻ എന്ന ആ പേര് തന്നെ, ആ വർഷത്തിന് ദുഃഖവർഷം എന്ന പേര് തന്നെ വരാനുള്ള കാരണം. അപ്പം അതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ്? യതീമായിട്ടാണ്. യതീം എന്ന് പറയുന്നത് എന്താ? വാപ്പല്ലാത്ത അവസ്ഥയ്ക്ക് യതീം എന്ന് പറയുള്ളൂ കേട്ടോ. വിവാഹം കഴിക്കുന്ന എത്രാമത്തെ? 25-ാമത്തെ വയസ്സിൽ, അല്ലേ? 25-ാമത്തെ വയസ്സിൽ. നുബുവത്ത് കിട്ടണത് 40-ാമത്തെ വയസ്സിൽ. അപ്പോൾ ആ ഒരു അവസ്ഥയെപ്പറ്റി ചിത്രീകരിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അള്ളാഹു എന്ന് പറയുന്നത് അലം യജിദ്ക യതീമം ഫആവ എന്ന് പറയുന്നത്. ഇവിടെ അഭയം നൽകി എന്നുള്ളതാണ്. ഒരു യതീമിനെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചിട്ടുണ്ട്, അല്ലേ? ഒരു യതീമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ഏതാ? സംരക്ഷണമാണ്, അഭയം കിട്ടലാണ്. അപ്പോൾ ആ അഭയം എന്ന അനുഗ്രഹം അല്ലാഹു തആല നൽകി എന്നിവിടെ നബിയോട് ഉണർത്തുകയാണ്, എടുത്തു പറയാണ്. 2-ാമത്തതോ വവജദക ളാല്ലം ഫഹദ. ളാല്ലം ഫഹദ എന്ന് പറഞ്ഞാൽ നബിയെ അവിടെ ളാല്ലൻ, ആ വാക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പദമാണ്. ളാല്ലൻ എന്ന് പറഞ്ഞാൽ എന്താ? വഴിവിഴച്ചവനായി കണ്ടു എന്നതാണ് സാധാരണ നമ്മൾ പറയാത്ത, വഴി അറിയാത്തവനായി കണ്ടു എന്നുള്ളതാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴിവെച്ചവനാ? അല്ല, ആ വഴിവെച്ചവനല്ലത്. മറിച്ച് എന്താണ് ആ വഴി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹക്ക് എന്താണ് എന്ന് അറിയാത്ത രൂപത്തിൽ അല്ലാഹു തആല കണ്ടത്, അല്ലേ? എന്താണ് സത്യം, എന്താണ് നുബുവത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യം അറിഞ്ഞിരുന്നോ? അറിഞ്ഞിരുന്നില്ല. ആ സമയത്ത് അല്ലാഹു തആല എന്ത് ചെയ്തു? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹക്ക് നൽകിക്കൊണ്ട് ഹിദായത്ത് നൽകി എന്നൊരർത്ഥം. 2-ാമത്തെ ഒരർത്ഥം 9 ആശയങ്ങളാണ് ളാല്ലൻ എന്ന് പറയുന്ന ആ പദത്തിന് വന്നിട്ടുള്ളത്. 2-ാമത്തത് വവജദക ളാല്ലൻ അനി നുബുവ്വ. പ്രവാചകത്വത്തെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാമായിരുന്നില്ല. എന്നിട്ട് ആ പ്രവാചകത്വത്തിലേക്ക്, നുബുവത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു വഴി കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ നുബുവത്ത് നൽകി എന്നർത്ഥം. 3-ാമത്തത് വവജദക ഖൗമക ഫീ ളലാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനതയെ അല്ലാഹു കണ്ടെത്തിയത് വഴി അറിയാത്തവനാണ്. ആ മുഹമ്മദ് നബി മൂലം അവർക്ക് വഴി കാണിച്ചു കൊടുത്തു എന്ന അർത്ഥം പറഞ്ഞ മുഫസ്സിറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജനതക്ക് വഴി അറിയാത്തവരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഖുർആൻ മുഖേന അവർക്ക് എന്ത് ചെയ്തു? വഴി കാണിച്ചു കൊടുത്തു എന്നർത്ഥം പറഞ്ഞവരുണ്ട്. 4-ാമത്തെ ഒരർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിജ്റയെ പറ്റി അറിയാമായിരുന്നില്ല. ആ ഹിജ്റയിലേക്കുള്ള വഴി അല്ലാഹു തആലയാണ് കാണിച്ചു കൊടുത്തത് എന്ന് പറയുന്നവരുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറവി
നിസിയാൻ സംഭവിച്ചിരുന്നപ്പോൾ അത് ഓർമ്മപ്പെടുത്തിയത് അള്ളാഹുവാണ്. അതാണ് ലാല്ലൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞ മുഫസ്സിറുകളുണ്ട്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കിബില മാറ്റം പ്രവാചകൻ ആഗ്രഹിക്കുകയും കൊതിക്കുകയും ഒക്കെ ചെയ്തിരുന്ന, അപ്പം ആ കിബിലയിലേക്ക് അള്ളാഹു താല ആദ്യം ഫലസ്തീനിലേക്ക് തിരിഞ്ഞിട്ടുള്ള നിസ്കരിച്ചിരുന്നത് അല്ലേ, ബൈത്തുൽ മുഖദ്ദസിൽ. അവിടെ നിന്ന് അള്ളാഹു താല മക്കായിലേക്ക് വഴി കാണിച്ചു കൊടുത്തു എന്ന അർത്ഥത്തിനും അത് ഉപയോഗിക്കുന്നുണ്ട്. നാലാമത്തെ ഒരു അർത്ഥം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് പിന്നെ പരിഭ്രാന്തിയിലായിരുന്നു. ആ പരിഭ്രാന്തിയുള്ള അവസ്ഥയിൽ അള്ളാഹു താല എന്ത് ചെയ്തു, ആ പരിഭ്രാന്തി നീക്കിക്കൊടുത്തു, വഴി കാണിച്ചു കൊടുത്തു എന്ന അർത്ഥം പറയുന്നുണ്ട്. മറ്റൊരർത്ഥം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനത പിന്നെ വഴി അറിയാതെ ഇങ്ങനെ അന്താളിച്ച് നടക്കുകയായിരുന്നു. ആ അന്താളിച്ച് നടക്കുമ്പോൾ അള്ളാഹു താല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന ആ ജനതയ്ക്ക് ഹിദായത്ത് കാണിച്ചു കൊടുത്തു എന്നർത്ഥം പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങേയറ്റം ഹിദായത്ത് ഇഷ്ടപ്പെട്ടിരുന്നവനായിരുന്നു. ആ ഇഷ്ടപ്പെട്ട കാര്യത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വഴി കാണിച്ചു കൊടുത്തു എന്ന അർത്ഥം പറയുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആശയം ഉൾക്കൊള്ളുന്ന ഒരു പദമാണേത്, ലാല്ലൻ എന്ന് പറയുന്നത്. അപ്പം രണ്ടാമത് അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബിക്ക് നൽകിയ, ദുനിയാവിൽ തന്നെ നൽകിയ ആ പിന്നെ അനുഗ്രഹമാണേത്, വവജദക ലാല്ലൻ ഫഹദ. പിന്നെ വവജദക ആയിലം ഫഅഗ്ന, അതോ മൂന്നാമത്തെ ഒരു അനുഗ്രഹം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആയില പറഞ്ഞാൽ ദരിദ്രനായി ഫക്കീറായി കണ്ടെത്തി. ആ ഫക്കീറായി കണ്ടെത്തിയപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഖിന നൽകി എന്ന ആശയം പറയുന്നവരുമുണ്ട്. ഇവിടെ ഈ മൂന്ന് കാര്യങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹമായി എടുത്തു പറഞ്ഞത്. ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഏകദേശം വിശദീകരിച്ചിട്ടുണ്ട്. ഇനി ആ മൂന്ന് കാര്യങ്ങൾക്ക് പകരം അള്ളാഹു തആല ആവശ്യപ്പെടുന്ന എന്താ, ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ. എന്നാൽ യതീമിനോട് കഹർ കാണിക്കരുത് എന്നാണ്. എന്താ ഈ കഹർ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്? കഹർ എന്ന് പറയുന്നോട് ഒന്ന് ആട്ടിപ്പായിപ്പിക്കുക, പിന്നെ മറ്റൊരർത്ഥം ആട്ടിപ്പായിപ്പിക്കുക, പിന്നെ ഒരുപാട് അർത്ഥം അതിന് മുഫസ്സിറുകൾ പറഞ്ഞു കാണാം. ഒരർത്ഥം ഫലാ തഹ്കിർ, യതീമിനെ നിന്ദിക്കരുത് എന്ന അർത്ഥം പറഞ്ഞവരുണ്ട്. രണ്ടാമത്തെ ഒരർത്ഥം ഫലാ തളിലിം, യതീമിനെ ദ്രോഹിക്കരുത് എന്ന് പറഞ്ഞവരുണ്ട്. മൂന്നാമത്തെ ഒരർത്ഥം യതീമിനോട് ന്യായവാദം പിന്നെ ഉപയോഗിക്കരുത്. നാലാമത്തെ ഒരർത്ഥം യതീമിൻ്റെ അവകാശം നിന്റെ കയ്യിലുണ്ടെങ്കിൽ ആ അവകാശത്തെ നീ എടുത്തു കളയരുത്. ഇതൊക്കെ ഏകദേശം അതിൻ്റെ അർത്ഥങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഉൾക്കൊള്ളുന്ന മറ്റൊരർത്ഥം പറഞ്ഞിട്ടുള്ളത് കുൽ യതീം കൽ അബിർ റഹീം എന്നുള്ള, ഒരു കാരുണ്യവാനായ പിതാവിനെ പോലെ യതീമിന് നീ നിലകൊള്ളുക എന്നുള്ളതാണ്. യതീമിൻ്റെ മുമ്പിൽ ഒരു കാരുണ്യവാനായ പിതാവ് എപ്രകാരം മക്കളോട് പെരുമാറുന്നുവോ അപ്രകാരം പെരുമാറണം. മറ്റൊരർത്ഥം പറഞ്ഞവർ യതീമിൻ്റെ മുമ്പിൽ നീ മുഖം ചുളിക്കരുത് എന്ന അർത്ഥമൊക്കെ പറഞ്ഞത് കാണാം. ഇങ്ങനെയുള്ള ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പദമാണ് ഇത് കഹറ എന്ന് പറയുന്നത്. കഹറ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം, ശരിക്ക് കഹറ എന്ന് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ അത് പിന്നെ പറഞ്ഞുകൊണ്ട് പിടിച്ച് ഇരുത്താൻ പാടില്ല ആരെ, യതീമിനെ. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫലാ തഖ്ഹർ എന്ന് പറയുന്നത്. ഇനി ആ പദപ്രയോഗത്തിലുള്ള ചില ഭാഷകൾ നോക്കി നിങ്ങൾ. അല്ലാഹു തആല ആദ്യം കൊണ്ടുവന്ന പദം എന്താ, ഫ അല്ലേ, അമ്മ എന്നാണ്. പിന്നെ എന്താ ഈ അമ്മ എന്ന് പറയുന്നത്? അമ്മ എന്ന് പറയുന്ന പദത്തിന് ഈ ഒരു ആശയം ഉണ്ട്. അമ്മ 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 എന്ന് പറയുന്നത് എങ്ങനെയായാലും മഹ്മാ യക്കുൻ എന്നാണ്. എങ്ങനെയായി കാര്യങ്ങളൊക്കെ എങ്ങനായിരുന്നാലും എന്നാണ് അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ മലയാളത്തിൽ എന്ത് പറയും, എന്നാൽ എന്ന് പറയാണെന്നുള്ളൂ. കാര്യം എങ്ങനെയായിരുന്നാലും അൽ യതീമ ഫലാ തഖ്ഹർ, യതീമിനോട് എന്ത് ചെയ്യാൻ പാടില്ല, കയർക്കാൻ പാടുള്ളതല്ല, അല്ലെങ്കിൽ പിന്നെ യതീമിനെ നിന്ദിക്കാൻ പാടുള്ളതല്ല. അപ്പം എങ്ങനെയായിരുന്നാലും എന്ന് എന്തിനാ പറയുന്നത്? അങ്ങനെ ഒരു ഷർത്ത് എന്ന് പറയുന്നത്.
ആ ഷർത്ത് കൊണ്ടുവന്ന് അതിൻ്റെ ജവാബാണ് എന്ത് ഫലാത്തക്ക് ഹർ എന്ന് പറയുന്നത്. യത്തീമിനോട് കഹർ കാണിക്കാൻ, വിരട്ടി ഓടിക്കാൻ പാടുള്ളതല്ല എന്ന് പറയുന്നത് അതിൻ്റെ ജവാബാണ്. അപ്പം അതിലൊരു സൂത്രമുണ്ട്. നിങ്ങൾ പിന്നെ ഫഅമ്മൽ ഇൻസാനു എന്നൊരു സൂറത്തിൽ ഓതിയിട്ടില്ലേ? എവിടെ നിങ്ങൾ പഠിച്ചത്? സൂറത്ത് ഫജറിലെ ഒരായത്തുണ്ട്. എന്താണ് അവിടെ ഓതിയത്? ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു. അവിടെ എന്താ ഉപയോഗിച്ചത്? അമ്മൽ ഇൻസാനു നോ നാനോ? ഇൻസാനു അല്ലേ? ഇവിടെ അള്ളാഹു ഉപയോഗിച്ചതോ ഫഅമ്മൽ യതീമുനോ യതീമാനോ? യതീമ. കണ്ടോ, ഒരു തൊടി ഇൻസാനു എന്നുള്ളതും ഇവിടെ യതീമു എന്നല്ല യതീമ. അപ്പം അതിൽ ഒരുപാട് ആശയവ്യത്യാസമുണ്ട്. അതിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇവിടെ അല്ലാഹുത്താല പിന്നെ നീ കയർക്കരുത്. ആരോട്? നീ നിന്ദിക്കരുത്. ആരെ? യതീമിനെ നിന്ദിക്കരുത്. ശരിക്ക് അറബി ഭാഷാ നിയമപ്രകാരം എങ്ങനെ പറഞ്ഞാൽ മതി? ഫലാ തക്ഹറിൽ യതീമ എന്നാണ് പറയേണ്ടത്. പക്ഷെ അങ്ങനെ പറയാതെ ഫഅമ്മൽ യതീമ ഫലാ തക്ഹർ എന്ന പദപ്രയോഗമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം യതീമ എന്ന് പറയുന്നത് യതീമിനെ ഒരിക്കലും യതീമിനോട് അങ്ങനെ ചെയ്യാൻ തന്നെ പാടില്ല. ആ യതീമിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനും പരിഗണിക്കാനുമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല യതീമ എന്നുള്ള ആ പദത്തെ തക്ഹറിൻ്റെ മുമ്പ് കൊണ്ടുവന്നിട്ടുള്ളതെന്നാണ്. അപ്പം ആലോചിച്ച് നോക്കും. അതുകൊണ്ടാണ് ആ മ എന്ന ഫതഹ അവിടെ കിട്ടിയത്. ശരിക്കും നിയമപ്രകാരം പറയേണ്ടത് ഫലാ തക്ഹറിൽ യതീമ എന്നാണ് അറബി നിയമപ്രകാരം. അങ്ങനെ പറയാതെ ഫഅമ്മൽ യതീമ ഫലാ തക്ഹർ എന്ന് യതീമിനെ ആദ്യം കൊണ്ടുവന്നത് ആ യതീമിൻ്റെ കാര്യം പ്രത്യേകം പരിഗണിക്കാനാണ്. അതിൻ്റെ ഭാഷയാണ്. ഇതേപോലെ തന്നെയാണ് വഅമ്മസ്സായില ഫലാ തൻഹർ എന്ന് പറഞ്ഞിടത്തും അല്ല. ഇവിടെ നിങ്ങൾ നോക്കി, ആദ്യം അള്ളാഹു ചെയ്തു തന്ന ഒരു അനുഗ്രഹം പ്രത്യേകം എടുത്തു പറഞ്ഞു. ഏതാണ് അനുഗ്രഹം? അലം യജിദ്ക യതീമൻ ഫആവ എന്ന് പറഞ്ഞു. അതിൻ്റെ മറ്റൊരു വശമാണ് എന്ത്? ഫഅമ്മൽ യതീമ ഫലാ തക്ഹർ. അലം യജിദ്ക യതീമൻ ഫആവ എന്ന് പറഞ്ഞതിന് അള്ളാഹു സുബ്ഹാനഹു വതആല നിന്നെ അള്ളാഹു തആല യതീമായി കണ്ടപ്പോൾ നിനക്ക് അഭയം നൽകി എന്ന് പറഞ്ഞ അനുഗ്രഹം എടുത്തു പറഞ്ഞില്ലേ? ആ അനുഗ്രഹം എടുത്തു പറഞ്ഞിട്ട് നബി എന്ത് ചെയ്യണം? ഫഅമ്മൽ യതീമ ഫലാ തക്ഹർ. ആലോചിച്ച് നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ആ ഒരു ഇത്, ആ വാചകത്തിലുള്ള ചേരുവ. ആദ്യം ആവാ എന്ന് പറഞ്ഞു അല്ലേ? എന്നിട്ട് അതിൻ്റെ അനുബന്ധമാണ് ഏത്? അമ്മൽ യതീമ എന്ന് പറയുന്നത്, ഫലാ തക്ഹർ എന്ന് പറയുന്നത്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വതആല യതീമിന് അഭയം നൽകി. അതുകൊണ്ട് യതീമിനോട് നീ എന്ത് ചെയ്യാൻ പാടില്ല? കഹർ കാണിക്കാൻ പാടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ നിന്ന് ആലോചിച്ച് നോക്കിയാൽ ഞങ്ങൾ അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അഭയം നൽകിയപ്പോൾ മുഹമ്മദ് നബിയെ അതേപോലെ താങ്കളും അഭയം നൽകണം എന്നാണോ പറഞ്ഞത്? ഇല്ല. അങ്ങനെ ആയിരുന്നെങ്കിലോ യതീമിന് അഭയം നൽകുന്ന നിർബന്ധമാകുമായിരുന്നു അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വതആല മുഹമ്മദ് നബിയായ ആ യതീമിന് അഭയം നൽകി. ആ അഭയം നൽകിയത് കൊണ്ട് താങ്കളും അഭയം നൽകണം എന്നാണോ പറഞ്ഞത്? പകരം നൽകണം എന്നാണോ പറഞ്ഞത്? അല്ല, മറിച്ച് യതീമിനോട് കയർക്കുക പോലും ചെയ്യരുത്. അതാണ് ഏറ്റവും വലിയ നന്ദി അല്ലേ? ചിലപ്പോൾ അഭയം നൽകാൻ എല്ലാവർക്കും സാധിച്ചോണമെന്നില്ല. അഭയം നൽകണം എന്ന് പറയുകയാണെങ്കിൽ എന്താവും? അത് നിർബന്ധമാവും. അഭയം നൽകൽ വലിയ പുണ്യമുള്ള കാര്യം തന്നെയാണ് അല്ലേ? അനവക്കാഫിൽ ലത്തീമി ഫിൽ ജന്നത്തി ആക്കഥ എന്നൊക്കെ ചൂണ്ടാൻവിരലും നടുവിരലും പിടിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ യതീമിന് അഭയം നൽകൽ വലിയ പുണ്യമുള്ള കാര്യമാണ്. പക്ഷേ അങ്ങനെ അഭയം നൽകണം എന്ന് പറയാതെ യതീമിനോട് കഹർ കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിൽ ഏറ്റവും ചെറിയ ആ ഭാഗമെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്ന് അതിലൊരർത്ഥം, ഒരു ധ്വനി കാണാൻ സാധിക്കും. ഇനി രണ്ടാമത് പറയുന്നത് എന്താ? വവജദക ളാല്ലം ഫഹദ എന്ന രണ്ടാമത്തെ അനുഗ്രഹം. വഴി അറിയാത്തവനായപ്പോൾ ആ വഴി കാണിച്ചു കൊടുത്തു എന്നുള്ള. അതിന് അല്ലാഹു തആല പറയുന്നത് എന്താ? പിന്നെ വഅമ്മസ്സായില ഫലാ തൻഹർ. ചോദിച്ചു വരുന്നവനെ എന്താക്കാൻ പാടില്ല? വിരട്ടി ഓടിക്കാൻ പാടുള്ളതല്ല.
വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അത്. ചോദിച്ചു വരുന്ന ആളുകളെ എന്ത് ചെയ്യാൻ പാടില്ല? വിരട്ടി ഓടിക്കാൻ പാടുള്ളതല്ല. ഇവിടെ ചോദിച്ചു വരുന്നവൻ എന്ന് നമുക്ക് കേൾക്കുമ്പോൾ പെട്ടെന്ന് എന്താ നമ്മളെ മനസ്സിലേക്ക് വരിക? നമ്മളെ മനസ്സിലേക്ക് ഒരാളിപ്പോൾ ഇങ്ങനെ യാചിച്ചു വരുന്ന ഭിക്ഷക്കാരില്ലേ, ആ ഭിക്ഷക്കാരനെയാണോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആണോ അല്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്താ? അതിൽപ്പെടും അല്ലേ? ഭിക്ഷക്കാരനും അതിൽപ്പെടും. പക്ഷേ ഭിക്ഷക്കാരൻ മാത്രമല്ല ഏത് പറയുന്നത്, സായില് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം എന്താ? സായില് എന്ന് പറയുന്നത് സാമ്പത്തികമായി അന്വേഷിച്ചു വരുന്ന ഭിക്ഷക്കാരനെ അല്ല എന്ത് സായില് എന്നതുകൊണ്ടുകൂടെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ചോദിച്ചു വരുന്ന ആൾ എന്തൊക്കെ ചോദിച്ചു വരും? വെറും സമ്പത്ത് മാത്രമേ ചോദിച്ചു വരുള്ളൂ? അല്ല, ഹിദായത്ത് ചോദിച്ചു വരും, അറിവില്ലാത്ത അറിവ് ചോദിച്ചു വരും, പിന്നെ ഓരോ വിവരം അന്വേഷിച്ചു വരും. ഇങ്ങനെയൊക്കെ പല രൂപത്തിലുള്ള അന്വേഷണങ്ങൾ ഉണ്ടാവും. ഒന്ന് മാത്രമല്ല, ചിലപ്പം എന്തെങ്കിലും സഹായം അന്വേഷിച്ചു വരും. അപ്പം അതൊക്കെ സായിൽ എന്ന പദത്തിൽപ്പെട്ട. ഒരാൾക്ക് അറിവില്ലെങ്കിൽ ആ അറിവ് പറഞ്ഞു തരുമോ എന്ന് പറയുന്നതും സായിലാണ്. ഒരു വിവരം കിട്ടിയിട്ടില്ലെങ്കിൽ, ഒരു വഴി അറിയാത്തതാണെങ്കിൽ ആ വഴി കാണിച്ചു കൊടുക്കാനുള്ള സഹായം കൊടുക്കുന്നതും അങ്ങനെ തേടുന്നതും സായിലാണ്. കാശില്ലെങ്കിൽ ആ യാചകനും എന്തു പറയും? സായിൽ എന്ന പദം. അപ്പം അമ്മ സായില എന്ന് പറഞ്ഞിടത്ത് ഈ അർത്ഥങ്ങളൊക്കെ ഒരു അർത്ഥത്തിൽ മാത്രമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാചകനായിരുന്നു ആണോ? ഒരു 5 ഉറുപ്പ്യ 4 ഉറുപ്പ്യ 2 ദിനാർ ഇങ്ങനെ അടങ്ങിയോ? ഇല്ല, അങ്ങനെ ഒരു ഭിക്ഷാടനം പ്രവാചകൻ നടത്തിയിട്ടില്ല. പിന്നെന്താ അമ്മ സായില എന്ന് പറയുന്നത്? അപ്പൊ സായില എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ഹക്കീക്കത്ത്, യാഥാർത്ഥ്യം എന്താണ്, ഹിദായത്ത് എന്താണ് എന്ന് അറിയാതെ അത് ആ ഹിദായത്തിനെ പറ്റി ചോദിച്ചു കൊണ്ടിരുന്നപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഹിദായത്തും നുബുവത്തും നൽകി എന്നുള്ളതാണ്. അതാണ് സായിൽ എന്ന് പറയുന്നത്. അപ്പം ഹക്കീക്കത്ത് തേടി വരുന്നവൻ അല്ലെങ്കിൽ ഹിദായത്ത് അന്വേഷിച്ചു വരുന്നവൻ, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം എന്ത് ഫലാ തൻഹർ. അപ്പൊ അങ്ങനെ തേടി വരുന്ന ഒരാളെ എന്ത് ചെയ്യാൻ പാടില്ല? വിരട്ടി ഓടിക്കാൻ പാടുള്ളതല്ല. നമ്മളെടുത്തൊരു ഭിക്ഷാടനം വരുന്ന ഒരാള്, യാചിക്കുന്ന ഒരാൾ വന്ന് നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഇന്നത്തെ അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യും? ആട്ടിയോടിക്കും അല്ലേ? അത് മാത്രല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറിച്ച് എന്താണ്? ഏത് അറിവും ഏത് സഹായം തേടി വരുന്നവരെ ആട്ടിയോടിക്കാൻ പാടുള്ളതല്ല എന്നുള്ളതാണ്. ഇനി നിങ്ങൾ ഒരു വലിയ ലോകത്തെ ഏറ്റവും വലിയ ഒരു മനഃശാസ്ത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ നമ്മെ പഠിപ്പിക്കണം. നമ്മുടെ ഒരു ചെറിയ കുഞ്ഞ് 2 വയസ്സോ 3 വയസ്സോ ഒക്കെ ആയി. ആ കുഞ്ഞ് ഉമ്മൻ്റെ കയ്യും പിടിച്ചിട്ട് ഉറങ്ങാത്ത സമയത്തൊക്കെ എന്ത് ചെയ്യും? എന്താ ചെയ്യുക? ഞങ്ങൾ ആ കുട്ടീനെ പരിശോധിച്ചിട്ടുണ്ടോ? എന്താ ഉണ്ടാവുക? പാട്ടുപാടും കാര്യമൊന്നുമല്ല, ചോദിച്ചു കൊണ്ടേയിരിക്കും അല്ലേ? ഏത് കാര്യവും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, സംശയം ചോദിച്ചുകൊണ്ടിരിക്കും അല്ലേ? എന്താ അമ്മ ഈ പേനന്റെ ഇത് നീല, അതിന്റെ താഴെ വെളുപ്പ്, മേശക്ക് എന്തിനാ 4 കാലമ്മ, ഇതെങ്ങനെയമ്മ കത്തണത്? ഉറങ്ങണ വരെ ചോദ്യവും സംശയവും 2, 3, 4 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് തീരൂല. അത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേണ്ടി. അപ്പോൾ ആ ഉമ്മ ചിലപ്പോൾ കയർക്കും അല്ലേ? യഥാർത്ഥത്തിൽ കയർക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ വിജ്ഞാനം തേടാനുള്ള ആത്മാവിനെ തകർക്കുകയാണ് ഉമ്മ ചെയ്യുന്നത്. വളരെ ആധുനിക മനഃശാസ്ത്രം പറയുന്നത്, ഈ ചോദിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടിക്ക് ഒരു കാര്യം തന്നെ ചിലപ്പോൾ 10 വട്ടം ചോദിക്കും. ഒരു കാര്യം തന്നെ 10ഉം 20ഉം പ്രാവശ്യം ആ കുട്ടി ചോദിച്ചുകൊണ്ടിരിക്കും. അത് ആ പ്രായത്തിൻ്റെ ഒരു ഇതാണ്. അറിവ് നേടിയെടുക്കാനും അത് മനസ്സിലാക്കാനുള്ള അവൻ്റെ ആ ജിജ്ഞാസ അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് എന്ത് ചെയ്യാൻ പാടില്ല? തകർക്കാൻ പാടുള്ളതല്ല എന്നാണ് ആധുനിക മനഃശാസ്ത്രം പറയുന്നത്. അള്ളാഹുവിൻ്റെ പദപ്രയോഗം നോക്കുങ്ങൾ, വഅമ്മസ്സായില, ഈ ചോദിച്ചു വരുന്ന ആ കൂട്ടത്തിൽ ഈ ചെറിയ കുട്ടി ഉണ്ടാവും. അപ്പം ആ ചെറിയ കുട്ടി ഇങ്ങനെ ആവർത്തിച്ച് ചോദിക്കുമ്പോഴും അവൻ്റെ ജിജ്ഞാസയെ, അറിയാനുള്ള ആ വാസനയെ എന്ത് ചെയ്യാൻ പാടില്ല?
അടിച്ചമർത്താൻ പാടില്ല. മിണ്ടാന്ന് വെച്ചാൽ അവിടെ എന്ന് പറയാൻ പാടുള്ളതല്ല എന്നാ രക്ഷിതാവും ഉമ്മയും ആരും പറയാൻ പാടില്ല. അവൻ ചോദിച്ച വീണ്ടും ഉത്തരം പറയാ, ഉറങ്ങണ വരെ ഉത്തരം പറയാ, അല്ലേ? അങ്ങനത്തെ കുട്ടികളാണ് ഇത് ഉന്നതിയിലെത്തുക എന്നുള്ളതാ. നേരെ മറിച്ച് തന്നെ പേടിപ്പിച്ചാടി ഇരുത്തി കിടത്തി, ചിലപ്പോൾ പേടിപ്പിച്ച ആദ്യം കുറെ കാര്യം പിന്നെ അങ്ങനെ അവിടെ ഉറങ്ങും. അതല്ല ചെയ്യേണ്ടതെന്നാ, അല്ലേ? ആധുനിക മനഃശാസ്ത്രം. വിശുദ്ധ ഖുർആനിന്റെ പ്രയോഗം ഫലാ തൻഹർ, അല്ലേ? അതൊരു കുട്ടിയാണെങ്കിലും ആ ചോദിച്ചു വരുന്ന ഒരു തിഫുലുൻ സഗീറാണെങ്കിലും എന്ത് ചെയ്യാൻ പാടില്ല? അവനെ കയർക്കാൻ പാടില്ല. മുതിർന്നവർ അവനെ എന്ത് ചെയ്യാൻ പാടില്ല? പിന്നെ ശാസിക്കാൻ പാടുള്ളതല്ല എന്നുള്ളത്. അങ്ങനെ ശാസിച്ചാൽ കണ്ടെത്താനുള്ള ഒരു സംഗതി കണ്ടെത്താനുള്ള ആ ജ്വരത്തെയാണ്, ആ പിന്നെ അവൻ്റെ ചിന്തയാണ്, ആ ആത്മാവിനെയാണ് യഥാർത്ഥത്തിൽ ആ മാതാപിതാക്കൾ തകർക്കുന്നത്. പഠിക്കാനുള്ള ആ പാഠത്തെയും ഒക്കെയാണ് അവർ തകർക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ആ ഒരു പ്രായം കഴിഞ്ഞ്, കുട്ടിപ്രായം കഴിഞ്ഞ് സ്കൂളിലൊക്കെ എത്തി ഇങ്ങനെ എത്തുമ്പോൾ അധ്യാപകന്റെ മുമ്പിലാണല്ലോ പിന്നെ കുട്ടി എത്തുക, അല്ലേ? അധ്യാപകന്റെ മുമ്പിലെത്തും. അധ്യാപകർ പല ഐറ്റേക്കും, വലിയ ഐഡിയ ഒന്നും ഇല്ലാത്ത ഒരുപാട് അധ്യാപകരുണ്ടാവും. ഇപ്പം KG LKG UKG ഒക്കെ ക്ലാസ്സിൽ പോകുമ്പം എങ്ങനായാലും ഓനൊന്ന് തോണ്ടും, അപ്പം കാലോട്ട് തട്ടും, അല്ലേ? അല്ലെങ്കിലോ ഒരെ പുസ്തകം എടുത്ത് എറിയും, പിന്നെ മുഖത്തൊക്കെ തുപ്പും ഒക്കെ ചെയ്യും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അധ്യാപകൻ എന്താ ചെയ്യേണ്ടത്? ഓനെ പോയിട്ടൊരു അടി കൊടുക്കുകയാണോ വേണ്ടത്? അടിക്കരുത് എന്നാ. ഫലാ തൻഹർ വ അമ്മ സായില ഫലാ തൻഹർ. എന്തുകൊണ്ടാ? ആധുനിക ശാസ്ത്രവും പറയുന്നത് ഇത് തന്നെ, അല്ലേ? വിശുദ്ധ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തെ പഠിപ്പിച്ച ഒരു മനഃശാസ്ത്രം ഇന്ന് ഇന്ന് ആധുനിക ശാസ്ത്രം കണ്ടെത്തുകയാണ്. ഇങ്ങനെ ഉള്ള കുട്ടിയെ എന്ത് ചെയ്യാൻ പാടില്ല? കയർക്കാൻ പാടില്ല, കയർക്കാൻ പാടില്ല, അല്ലേ? ഇന്നിപ്പോൾ സ്കൂളിൽ നിങ്ങൾ കുട്ടീനെ കയർത്താൽ എന്ത് ചെയ്യും? കയർത്ത അധ്യാപകൻ പോലീസ് സ്റ്റേഷനിലെത്തുന്നു. പണ്ട് നമ്മൾ പോയേക്കല്ലെന്ന്. അന്നത്തെ കാലം ഇന്നത്തെ കാലം വ്യത്യാസമുണ്ട്. എനിക്കൊക്കെ ഒരുപാട് വേട്ടം കിട്ടിയിട്ടുണ്ടാവും, നിങ്ങൾക്കും കിട്ടിയില്ലേ? ഉണ്ടാവും. പക്ഷെ ഇന്ന് അങ്ങനെ വേട്ടം കിട്ടിയ ആ ടീച്ചറെ കഥ കഴിഞ്ഞ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പം ഇതൊക്കെ ഈ മനഃശാസ്ത്രമൊക്കെ എവിടെ ഉണ്ട്? വിശുദ്ധ ഖുർആനിലുണ്ട്. അങ്ങനെ ആ കുട്ടിയെ അങ്ങനെ പിന്നെ ഒരു പിന്നെ സ്കൂളിലും അല്ലെങ്കിൽ കോളേജിലൊക്കെ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ഓൻ അങ്ങനെ അങ്ങോട്ട് ഓന് വരുന്ന സംശയം, ഒരുപാട് ചോദ്യങ്ങൾ, ആ സംശയത്തെ നമ്മൾ ഇങ്ങോട്ട് പിടിച്ചിരുത്തുകയാണെങ്കിൽ, കയർത്തിരിക്കണം, ഉണ്ടല്ലടാ എൻ്റെ ചോദ്യം തീരില്ലല്ലടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അപകർഷതാബോധം ഉണ്ടാവുന്ന. പിന്നെ ഓൻ ചോദിക്കൂല. ഒരിക്കങ്ങൾ ഒരാൾ എന്തെങ്കിലും ചോദിച്ചു, അബദ്ധമായിരിക്കാം ചോദ്യങ്ങൾ അബദ്ധമായിരിക്കാം, എന്നാലും അത് ശരിയാണോ തെറ്റാണോ എന്നല്ല, ആ ചോദ്യത്തെ എന്ത് ചെയ്യാൻ പാടില്ല? ആ കുട്ടിയുടെ ചോദിക്കാനുള്ള ആ വാസനയെ തകർക്കാൻ പാടില്ല. ഫലാ തൻഹർ. ആലോചിച്ച് നോക്കി നിങ്ങൾ. അങ്ങനെ വന്നാൽ ആ അധ്യാപകൻ എന്നെ അപമാനിച്ചു, അല്ലേ, എന്നെ കളിയാക്കി, എന്നെ പരിഹസിച്ചു, അതുകൊണ്ട് ഇനി അയാളോട് ചോദിക്കൂല എന്ന് പറഞ്ഞാൽ കുട്ടി എന്ത് ചെയ്യും? ആ അധ്യാപകനിൽ നിന്നും ആ പാഠഭാഗങ്ങളിൽ നിന്നും ഇങ്ങനെ പിന്നോട്ട് പോകും. അപ്പോൾ ഒരു കുട്ടിയെ യഥാർത്ഥത്തിൽ ഭീരുവാക്കി മാറ്റുന്നതും ഓനെ പിന്നെ ഒന്നുമല്ലാതെ ആക്കി മാറ്റണം അധ്യാപകന് വലിയ പങ്കുണ്ട്. അമ്മസായില ഫലാ തൻഹർ. ഇതൊക്കെ ഇത് വിശദീകരിച്ചുകൊണ്ട് മനഃശാസ്ത്ര പിന്നെ തഫ്സീറിൽ ഇങ്ങനെയൊക്കെ കാണാൻ സാധിക്കും നമുക്ക്. ആലോചിച്ച് നോക്കി നിങ്ങൾ. വിശുദ്ധ ഖുർആനിൻ്റെ ഒരു വാക്ക്, അല്ലേ? അപ്പോൾ ഇനി വലിയ മനുഷ്യന്മാരായാലും അങ്ങനെ തന്നെ ചോദ്യം ചോദിച്ചാൽ എന്ത് ചെയ്യാൻ പാടില്ല? അത് ചിലപ്പോൾ അബദ്ധമായിരിക്കും ചോദിച്ചത്, അത് നല്ല നിലക്ക് മറുപടി പറയണം എന്നാ. നെഹ്റ് ചെയ്തുകൊണ്ട് അവനെ ആട്ടിയോടിച്ചു കൊണ്ടുള്ള ഒരു ഇത് ചോദിക്കാൻ പാടില്ല. ദീനിൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. ചിലപ്പോൾ ചില ആളുകൾ വിശ്വാസപരമായ കാര്യങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ സിദ്ധാന്തങ്ങളെ പറ്റിയോ പ്രധാനപ്പെട്ട ഭാഗങ്ങളെ പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ വലിയ അബദ്ധങ്ങൾ വരും. ആ അബദ്ധങ്ങൾ വരുമ്പോൾ എല്ലാവരും കൂടി അത് ചാടി കളിയാക്കി പിന്നെ അങ്ങോട്ട് നേരിടും, അല്ലേ? ഇന്നത്തെ പല പരിപാടിയൊക്കെ അങ്ങനെയാണ്, അല്ലേ? ആടെ അടിച്ചട് പൊളിച്ച് പിന്നെ പരിഹസിച്ച് ചിരിച്ച് ഓനങ്ങോട്ട് ഇരുത്തും. അതല്ല വേണ്ടത്. വളരെ സാവകാശം, ഇന്ന ഭാഗമാണ് ഇതിൻ്റെ ശരി, ഇന്ന ഭാഗമാണ് ഇതിൻ്റെ തെറ്റ് എന്ന് അവൻ്റെ മനസ്സിലാക്കിക്കൊണ്ട്, അവൻ്റെ മനഃശാസ്ത്രം മനസ്സിലാക്കിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ ആരോടാണോ ഉത്തരം പറയുന്നത് അവൻ്റെ മനഃശാസ്ത്രം മനസ്സിലാക്കിക്കൊണ്ട് ആയിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടതെന്നാണ്. അതാണ് വഅമ്മസ്സായില ഫലാ തൻഹർ. ആലോചിച്ച് നോക്കി നിങ്ങൾ. വിശുദ്ധ ഖുർആനിൻ്റെ ഒരിത്. എന്തുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയൊക്കെ ആ കുഫാറുകൾ കളിയാക്കിയിട്ടും നബി അങ്ങോട്ട് കളിയാക്കാൻ പോയോ? ഇല്ലല്ലോ. ഉണ്ടോ? അങ്ങനെ എങ്ങാനും നബി കളിയാക്കിൻ്റെ
പോടാംക്കെ എന്ന് പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നബിൻ്റെ ചുറ്റുമുള്ള ആ സഹാബാക്കൾ, ആ ഫുക്കറാക്കൾ അവിടെ ഇരിക്കുവോ? ഇല്ല. നബി ഒരു ഭീകരനാണ്, പ്രവാചകന്റെ അടുത്ത് ഇരിക്കാൻ പറ്റൂല, പേടിപ്പിക്കുന്നുണ്ട്, എനിക്ക് പേടിയാണ് ഇരിക്കാൻ എന്ന് ഏതെങ്കിലും ഒരു സഹാബി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഇല്ല. മറിച്ചെന്താണ്, നബിനെ ഒരിക്കൽ കണ്ട സഹാബി വീണ്ടും കാണാനുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹമാണ്. മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എവിടേക്ക് പോവാണ്? യാത്ര പോവാണ്. യാത്ര പോയി തിരിച്ചെത്തുമ്പോൾ വൈകി. അങ്ങനെ നബിയെ അന്ന് കാണാതെ ആയി വീട്ടിൽ നിന്ന്. നബിന്റെ സർവൻ്റാണ് ആര്? സൗബാൻ റളിയല്ലാഹു അൻഹു. അങ്ങനെ നബീനെ അങ്ങനെ കാണാത്തപ്പോൾ പുറത്തിറങ്ങിയിട്ട് പള്ളിയിൽ പോയിരുന്നു. ആ സമയത്താണ്. അപ്പം നബി തിരിച്ചു വരുന്നത്. തിരിച്ചു വന്നപ്പോൾ ചോദിക്കും, അള്ളാഹുവിൻ്റെ റസൂൽ, എന്താ സൗബാനെ, എൻ്റെ മുഖത്തൊരു വിമുഖത, ഒരു ദുഃഖം പോലെ, കളറൊക്കെ മാറിയിട്ടുണ്ടല്ലോ, വിഷമം പോലെ, എന്തെങ്കിലും രോഗമുണ്ടോ? അള്ളാഹുവിൻ്റെ റസൂൽ, എനിക്കൊരു രോഗവുമില്ല. പക്ഷേ ഞാൻ വീട്ടിലിങ്ങനെ ഇരുന്നപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ ഓർത്തുപോയി. അങ്ങനെ ഓർത്തുപോയി എനിക്ക് വീട്ടിൽ നിൽക്കാതെ ഞാൻ പുറത്തിറങ്ങി നോക്കിയത് തങ്ങളെ കാണാൻ വേണ്ടിയിട്ട്. അല്ലേ? ഞാനിങ്ങനെ ഓർത്തുപോയി, എന്ത്, ഞാൻ മരിച്ചാൽ സ്വർഗം കിട്ടുമോ ഇല്ലെന്ന് എനിക്കറിയില്ല. മുഹമ്മദ് നബിയെ, താങ്കൾ മരിച്ചാൽ സ്വർഗം ഉറപ്പാണ്. അങ്ങനെ ആ സ്വർഗത്തിലായ ഞാൻ നിങ്ങളും ഒപ്പാകുമോ? ഇനി സ്വർഗം കിട്ടിയാൽ തന്നെ നിങ്ങളെ കൂടെ ആവുമോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് അങ്ങനെ പുറത്തിറങ്ങിയത്. അപ്പൊ നോക്കി നിങ്ങൾ, ഒരു സഹാബിക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സേവനം ചെയ്ത ഒരു സഹാബിക്ക് നബിയോടുണ്ടായിരുന്ന ആ സ്നേഹവും ബഹുമാനവും ആദരവും എങ്ങനെ കിട്ടിയത്? പ്രവാചകന്റെ പെരുമാറ്റമാണ്. പ്രവാചകൻ എങ്ങാനും ഫലാ തൻഹർ എന്ന് പറഞ്ഞ ആ നെഹർ, ആ കർശന സ്വഭാവം, ആ കാർക്കശ്യം, അടിച്ച് ആട്ടുന്ന ആ സ്വഭാവം ഉണ്ടായിരുന്നെങ്കിൽ പ്രവാചകന്റെ സന്നിധിയില്ല സഹാബികൾ ഇരിക്കുവോ? വലൗ കുൻത ഫല്ലൻ ഖലീലൽ ഖൽബി ലം ഫല്ലു മിൻ ഹൗലിക്. നബിയെ, താങ്കളെങ്ങാനും പരുഷ സ്വഭാവിയായിരുന്നെങ്കിൽ താങ്കളുടെ ചുറ്റും നിന്നും ജനങ്ങൾ ഓടിയാക്കലുമായിരുന്നു, ഒഴുകിപ്പോകുമായിരുന്നു എന്നാ. അപ്പൊ പ്രവാചകന്റെ ചുറ്റും ആ മക്കായിലെ മുശ്രിക്കുകൾ അങ്ങനെയൊക്കെ പീഡിപ്പിച്ചിട്ടും പ്രവാചകനെ പറ്റി ഒരുപാട് ആരോപണങ്ങളും കള്ളവാർത്തകളും ഒക്കെ ഉണ്ടാക്കിയിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റുമുള്ള നബിയെ പരിചയപ്പെട്ട ഒരു സഹാബിയും എന്ത് ചെയ്തില്ല? അകന്നു പോയില്ല. കാരണം എന്ത് ചോദിച്ചാലും പ്രവാചകൻ മനഃശാസ്ത്രപരമായിട്ടാണ് ഉത്തരം പറഞ്ഞിരുന്നത്. ആലോചിച്ച് നോക്കൂ, അതാണ് അതിൻ്റെ ഇത്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു 10 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, 10 12 എനിക്കറിയില്ല കേട്ടോ, 12 ഒരു ഓർമ്മ, ഏതായാലും അത്രയും വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സേവനം ചെയ്തിട്ട് ഒരിക്കൽ നബി അങ്ങാടിയിലേക്ക് സാധനം വാങ്ങാൻ വേണ്ടി പറഞ്ഞേക്കാം. അപ്പൊ തിരിച്ചു വരുന്നില്ല. പോയി നോക്കുമ്പം വഴിയിലുള്ള കുട്ടികളോടൊപ്പം അനസെന്ന കുട്ടിയാണ് ഇല്ലേ, ആ കുട്ടികളോടൊപ്പം അനസ് ഇങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഉനൈസെ, അൻസുട്ടിയെ എന്നാണ് ഉനൈസ് എന്ന് പറയുന്നത് അല്ലേ, അൻസുട്ടിയെ എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ എന്നിട്ട് പറയാ, ഇങ്ങനെയൊക്കെ ആയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് എന്ന് പോലും ചെയ്തത് ശരിയായില്ല എന്ന് പോലും പറഞ്ഞില്ല എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കുങ്ങൾ, ഈ ഒരു സ്വഭാവം അല്ലേ, ചോദിച്ചു വരുന്ന ഒരാള്, ഓൻ ഏത് കാറ്റഗറിയിലുള്ളതാവട്ടെ അല്ലേ, ചോദിച്ചു വരുന്നവർ പല രൂപത്തിലുണ്ടാവും. നല്ല IAS, നല്ല വിദ്യാഭ്യാസമുള്ളൂ, ഓലെ ചോദ്യം വ്യത്യാസം ഉണ്ടാവും. സാധാരണ കൂലിപ്പണിക്കാരന്റെ ചോദ്യം വ്യത്യാസം ഉണ്ടാവും. സാധാരണ മറ്റ് ദീനിയായ അറിവുള്ളവന്റെ ചോദ്യം വ്യത്യാസം ഉണ്ടാവും. ചിലവർക്ക് അദബൊന്നും ഉണ്ടാവില്ല, ചിലർ അദബില്ലാതെ ചോദിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ സമൂഹത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ വരും. അതൊക്കെ ആ സമൂഹത്തിന്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കണം. ഫലാ തൻഹർ എന്ന് ആ മനഃശാസ്ത്രം അവിടെയും കാണാൻ സാധിക്കും. ആലോചിച്ച് നോക്കുങ്ങൾ, ഇതാണ് ആ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി അപ്പൊ അതിനൊക്കെ എന്ത് വേണം? വളരെ ഹിക്മത്തോടുകൂടി സതുപദേശത്തോടു കൂടി ആയിരിക്കണം നമ്മൾ ഏത് ചോദ്യം ലഭിച്ചാലും മറുപടി പറയേണ്ടത്. ഇതാണ് ഫലാ തൻഹർ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഏതൊരു വ്യക്തിയും അവന് അറിവില്ലാത്ത അറിവോ അല്ലെങ്കിൽ അവന് വഴിയറിയാത്ത ആ ഹിദായത്തോ ഒക്കെ ആയിരിക്കും അവൻ മിക്കവാറും ചോദിക്കാൻ. സമ്പത്ത് മാത്രമാണോ ചോദിച്ചു വരിക? അല്ല. അപ്പൊ ആ സമ്പത്ത് ചോദിച്ചു വരുന്ന മാത്രമല്ല ഏത് ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വഅമ്മസ്സായില ഫലാ തൻഹർ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആലോചിച്ച് നോക്കുങ്ങള്, ഇവിടെ ഈ കുട്ടിയാവട്ടെ, ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ചെറിയ കുഞ്ഞാവട്ടെ, അല്ലെങ്കിൽ ഒരു സത്യാന്വേഷിയാവട്ടെ, സത്യം അന്വേഷിച്ച് വരുന്ന വലിയ വലിയ സെർച്ചൊക്കെ ചെയ്തു വരുന്ന അങ്ങനത്തെ ആളുകൾ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി ആവട്ടെ,
ഇതാരായാലും അവനെ ശാസിക്കാനോ അവന് മാനസികമായി ദോഷം വരുത്തുന്ന രൂപത്തിലുള്ള ഒരു കാര്യം അവനോട് പറയാനോ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ ആകുമ്പോൾ എന്തുണ്ടാവും? ഓൻ്റെ മാനസികവും അതേപോലെ തന്നെ ബുദ്ധിപരവുമായ ആ വളർച്ചയെയാണ്, ആ വികസനത്തിനെയാണ് അത് തടുക്കുന്നത്. ഇത് നമ്മെ രക്ഷിതാക്കൾ എന്ന് പറയുന്ന നമുക്കൊരു വലിയ പാഠമാണ്. നമ്മളൊക്കെ നമ്മളെ കുട്ടികളല്ലേ, അവരെ പെരടിക്കൊന്നാട് കൊടുക്കും, ആ അടുത്തും കെട്ടിലെ മൂന്നൊക്കെ എന്താ പറയുക ചെപ്പക്കുറ്റിക്കോ ഒന്നാട് കൊടുക്കും അല്ലേ? ഈ ഒരു സ്വഭാവം പല രക്ഷിതാക്കളിലും കാണാം. ഇതെന്ത് ചെയ്യും? കുട്ടിയുടെ ബുദ്ധി വികാസത്തെ അടിച്ചമർത്തലാണ്, കുട്ടിയുടെ കണ്ടെത്താനുള്ള ത്വരയെ അടിച്ചമർത്തലാണ്. വഅമ്മസ്സായില ഫലാ തൻഹർ എന്ന് പറയുന്നത്. അപ്പോൾ ഭീഷണിപ്പെടുത്തിക്കൊണ്ടോ ആ രൂപത്തിലുള്ള ശാസനകൾ നൽകിക്കൊണ്ടോ ആയിരിക്കരുത് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മറ്റുള്ളവരോട് പെരുമാറുന്നത് എന്ന് വളരെ അധികം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ആയിക്കോട്ടെ, നമ്മളിപ്പോൾ ഇതൊരു ചെറിയ കാര്യമാണ് വിചാരിക്കും, പക്ഷേ ഈ ഒരു കാര്യം എന്താണ്? വലിയ ഒരു അറിവാണ് എന്തിന് നൽകുന്നത്? സമൂഹത്തിന് ഈ ആയത്ത് നൽകുന്നത് എന്നുള്ളതാണ്. പിന്നെ അങ്ങനെ നമ്മൾ പെരുമാറിയാൽ എന്തുണ്ടാവും? ആ ചോദ്യകർത്താവ് നമ്മളോട് എന്തുണ്ടാവും? ആദരവുണ്ടാവും. നിങ്ങളൊരു ചോദ്യകർത്താവ് ഒരു അബദ്ധം ചോദിച്ചു എന്ന് കൂട്ടുക അല്ലേ? അബദ്ധം ചോദിച്ചു എന്ന് കൂട്ടുക. ഇപ്പം ഉദാഹരണമായിട്ട് എന്താ ഇപ്പം ഇത് വള്ളിയിലാണ് മൂത്രമൊഴിച്ചാൽ എന്താ ഇതെന്താ കാണിക്കുക? അങ്ങനെ ഒരു അറാബി വന്നിട്ട് മൂത്രമൊഴിച്ചില്ലേ? മൂത്രമൊഴിച്ച് അപ്പം സഹാബികളൊക്കെ എന്ത് ചെയ്യും? നെഹ്ർ ചെയ്യാൻ തുടങ്ങി. ഫലാത്തൻ ഹർ എന്ന് പറഞ്ഞ നെഹ്റില്ലേ, കയർക്കാൻ തുടങ്ങി, അവസാനം അടിച്ചിരുത്താൻ തുടങ്ങി അല്ലേ? വേണ്ടിയൊക്കെ ശ്രമിച്ചു. നബി ഈ കാഴ്ച കാണാൻ നബി എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫലാത്തൻ ഹർ, നിങ്ങൾ ഓനെ കയർക്കരുത്, മൂത്രമൊഴിക്കട്ടെ. ഓനെ മൂത്രമൊഴിച്ചിട്ട് എന്ത് ചെയ്തു? ഒരാളോട് വെള്ളം ഒരു ബക്കറ്റ് കൊണ്ടുവന്നിട്ട് ആ മൂത്രമൊഴിച്ച ഭാഗത്ത് അങ്ങോട്ട്, അന്ന് മണലാണല്ലോ താഴെ, ആ ഭാഗത്ത് അങ്ങോട്ട് പിന്നെ ഒഴിക്കാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് ആ മൂത്രമൊഴിച്ച് കഴിഞ്ഞതിന് ശേഷം അറാബിയെ മുന്നോട്ട് വിളിച്ചു വരുത്തിയിട്ട് നബിയുടെ മുട്ടോട് മുട്ട്, ആ ഇരുത്തം തന്നെ ഒരു വിനയത്തിൻ്റെ ഇരുത്താണ് അല്ലേ? നബീൻ്റെ മുട്ടും അയാളുടെ മുട്ടും ഇങ്ങനെ അടുത്താക്കി ഇങ്ങനെ ഇരുന്നിട്ട്, ഈ പള്ളി എന്ന് പറയുന്നത് മൂത്രമൊഴിക്കാനും ഇങ്ങനെ പിന്നെ അശുദ്ധി വരുത്താനുമുള്ള സ്ഥലമല്ല, മറിച്ചെന്താണ് നമസ്കരിക്കാനും ദിക്ർ ചെയ്യാനും ഒക്കെ ഉള്ള സ്ഥലമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ പിന്നെ തോളിൽ കൈ വെച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയുണ്ടായിന്ന. അപ്പം ആ അറാബി പറയാണ്, അള്ളാഹുവെ, മുഹമ്മദിന് ഇനിയിപ്പോൾ എന്ത് ചെയ്യണം? പുറത്തു കൊടുക്കണേ, കാരുണ്യം കാണിക്കണേ, മുഹമ്മദ് നബിക്ക് നീ റഹ്മത്ത് ചെയ്യണേ, മറ്റുള്ളവർക്കൊന്നും നീ റഹ്മത്ത് ചെയ്യരുത് പഠിച്ചോനെ എന്ന് അറാബി പറഞ്ഞു പോയിന്ന. നോക്കി നിങ്ങൾ. അപ്പോൾ എന്തേ ഇപ്പം മുഹമ്മദ് നബിയോട് ഇത്ര ഇതുണ്ടാവാൻ കാരണം? ഇങ്ങനെയൊക്കെ ഒരു കുറ്റകൃത്യം ചെയ്തിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കർശനമായി അവിടെ പെരുമാറിയില്ല. മറിച്ച് എന്ത് ചെയ്തൊക്കെയാണ് ആ ബുദ്ധിയെ, ആ അറാബിയുടെ ബുദ്ധി വികസിപ്പിക്കുന്ന രൂപത്തിൽ, അവൻ്റെ പിന്നെ ചിന്തിപ്പിക്കുന്ന രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറാബിയോട് പെരുമാറിയുന്നത് അല്ലേ? മറ്റൊരിക്കൽ ഒരു സഹാബി വന്നിട്ട് ചോദിക്കുകയാണ്, എന്ത് പിന്നെ ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, എനിക്ക് വ്യഭിചാരം ചെയ്യണം, അതിന് സർട്ടിഫിക്കറ്റ് അനുമതി തരണം നബിയെ, എനിക്ക് വ്യഭിചാരം ചെയ്യാതിരിക്കാൻ പറ്റൂല. അപ്പോൾ ആളുകളൊക്കെ പിന്നെ ഇങ്ങനെ തുറിച്ചു നോക്കാൻ തുടങ്ങി, സഹാബത്തൊക്കെ. നബി പറഞ്ഞു, അയാൾ എൻ്റെ അടുത്തേക്ക് ഒരു വിട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുട്ടോട് മുട്ട് ഇരുത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശാന്തമായി ഇയാളോട് ചോദിച്ചു, അല്ല, എൻ്റെ ഉമ്മയെ വ്യഭിചാരം ചെയ്യണമെന്ന് പറഞ്ഞാൽ അജ് ഇഷ്ടപ്പെടും? ഇല്ല നബിയെ, ഒരിക്കലും പറ്റൂല. എന്നാ പോട്ടെ, എൻ്റെ അമ്മായിയെ, എൻ്റെ ഇളയമ്മമാരെ, എൻ്റെ സഹോദരിയെ, എൻ്റെ മകളെ പിന്നെ വ്യഭിചാരം ചെയ്യണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുണ്ടാവും? ഒരിക്കലും ഇല്ല നബിയെ, അത് പറ്റൂല നബിയെ. അതേപോലെ തന്നെയല്ലേ മറ്റുള്ള സ്ത്രീകളെ വ്യഭിചാരം ചെയ്താലുണ്ടാവും? അത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇനി ഞാൻ ആ പണിക്കില്ല, ഇനി ഞാൻ ആ ഭാഗത്തേക്ക് തിരിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അറാബി അവിടെ നിന്ന് തിരിച്ചു പോവാണ് അല്ലേ? നബിയോട് പിന്നെ റുഖ്സ വാങ്ങാൻ വേണ്ടിയിട്ട്, വ്യഭിചാരത്തിനുള്ള അനുവാദം വാങ്ങാൻ വേണ്ടി വന്ന അയാൾ തിരിച്ചു പോകുന്ന രംഗമാണ് നമ്മൾ കണ്ടത്. ആലോചിച്ച് നോക്കുങ്ങൾ. ഇതാണ് വഅമ്മസ്സായില ഫലാ തൻഹർ. ചോദിച്ചു വരുന്ന ഒരാളോട് എന്ത് ചെയ്യാൻ പാടില്ല? നെഹ്ർ കാണിക്കാൻ പാടില്ല. അയാളെ നിന്ദിക്കാനോ പുച്ഛിക്കാനോ അയാളെ കയർക്കാനോ പിന്നെ ചവിട്ടിയിരുത്താനോ അപമാനിക്കാനോ പാടുള്ളതല്ല എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിലടങ്ങിയ ഒരുപാട് ആശയങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ പിന്നെ
നമ്മളും നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടാവണം. അപ്പോഴേ നമുക്ക് എന്തുകൊണ്ടുള്ളൂ, ആ ഖുർആനിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധിക്കുള്ളൂ. അത്തരം മുത്തക്കയുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തട്ടെ. സഹോദരന്മാരെ, പ്രത്യേക കാര്യം, അടുത്ത വെള്ളിയാഴ്ച 22-ാം തീയതി പിന്നെ റിഗ ഔക്കാഫ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ഒരു മഹാപണ്ഡിതൻ അബ്ദുൽ ജബ്ബാർ മദീനി എന്ന് പറയുന്ന പണ്ഡിതൻ നമുക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. പിന്നെ ഖുർആനിനെ പറ്റിയാണ്. നൂറുനല നൂർ എന്നതാണ് വിഷയം. പിന്നെ അപ്പം നമ്മുടെയൊക്കെ ആ പങ്കാളിത്തം അതിലുണ്ടാവണം. എല്ലാവരും അതിൽ ശ്രദ്ധ മനസ്സ് വരണം. അതിനുവേണ്ടി അത് വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, നമ്മൾ സ്വന്തം പോവല്ല, മറ്റൊരാളെയോടെയും കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ, അവർക്കൊരു ഹിദായത്തിൻ്റെ ഒരു വെളിച്ചം നമുക്ക് നമ്മൾ മുഖേന കാണിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ ഈ ദുനിയാവിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മഹാഭാഗ്യമായിരിക്കും. അതുകൊണ്ട് നിങ്ങളൊക്കെ അതിൽ വരണം എന്നല്ല, നിങ്ങൾ മറ്റുള്ളവരെയും അതിലേക്ക് ക്ഷണിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല. വെള്ളിയാഴ്ച കേട്ടോ.